നമസ്തേ. നമ്മളിന്ന് ആഴ്ചഫലമാണ് നോക്കുന്നത്. നവംബർ 26 മുതൽ ഡിസംബർ 2 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ്. അവർക്ക് 9ാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽ സംതൃപ്തി, പ്രവൃത്തി ഗുണം, ധനലാഭം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും 12ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിപ്പിക്കാം. അത് ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ 4ാം ഭാവത്തിൽ ചൊവ്വയാണ്. ചൊവ്വ മീനരാശിയിലെ കർക്കിടകത്തിലാണ്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എങ്കിലും കുടുംബജീവിതത്തിലെ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. വാഹനങ്ങളൊക്കെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക, കൈകാര്യം ചെയ്യുക. അകന്ന് നിന്നിരുന്നവരൊക്കെ അടുക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിൽ നേത്രരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം. അഷ്ടമത്തിൽ ആയത്തിനും ബുധനുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വാക്ക് തർക്കങ്ങൾ, അതുമൂലം ശാരീരിക മാനസിക ക്ലേശങ്ങൾ, പിന്നെ സഹോദരങ്ങൾക്ക് ക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കരുതലോടെയൊക്കെ മുന്നോട്ട് പോവുക. ഇനി ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അഷ്ടമത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് ശാഠ്യബുദ്ധിയും അഹങ്കാരവും ഒക്കെ കൂട്ടും. അതുമൂലം ശത്രുക്കളുടെ വർധനവുണ്ടാകും. 3ാം ഭാവത്തിലെ ചൊവ്വ സഹോദരങ്ങളൊക്കെ ആയിട്ട്, മിത്രങ്ങളൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരുത്താം. അതുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. സഹായം തരാമെന്ന് പറഞ്ഞിരുന്ന പലർക്കും തടസ്സങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സഹായങ്ങളൊന്നും തരില്ല. അപ്പോൾ അവരൊക്കെ ശത്രുക്കളാകുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ലഗ്നത്തിൽ വ്യാഴമാണ്. അപ്പോൾ കർമ്മരംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. ഒരു ഈശ്വരാധീനക്കുറവ് എപ്പോഴും ഉണ്ടാവും. 11ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ധനലബ്ധിയും വിദേശപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണമാണ്. എങ്കിലും ലഗ്നത്തിലെ വ്യാഴം ചില ദുരിതാനുഭവങ്ങളും നൽകും. അതുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ചിലവ് വർദ്ധിക്കും. 7ാം ഭാവത്തിൽ ബുധനാണ്. 7ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല. പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ക്ലേശങ്ങൾ, മാതൃക്ലേശങ്ങൾ, മാതാവിനോ അല്ലെങ്കിൽ മാതാവിൻ്റെ കുടുംബക്കാരൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പിന്നെ ശത്രുക്കൾ മൂലം ചില മാനസിക വിഷമതകൾ അനുഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുറ്റോരൊക്കെ ആയിട്ട് വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. അടുത്തത് മിഥുനക്കൂറുകാരുടെ ഫലമാണ്. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് അടുത്ത ഒരാഴ്ച, അതായത് നവംബർ 26 മുതൽ ഡിസംബർ 2 വരെയുള്ള ഒരാഴ്ച. 6ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുകയാണ്. ധനലബ്ധിയും സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും. കടബാധ്യതയൊക്കെ കുറഞ്ഞു വരും. എങ്കിലും സ്വന്തം വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ശത്രുക്കളെ സൃഷ്ടിക്കാവുന്ന സമയമാണ്. സ്വന്തം വാക്കും പ്രവൃത്തിയും മൂലം ശത്രുവർദ്ധനവ് ഉണ്ടാകാവുന്ന സമയമാണ്. 4ാം ഭാവത്തിൽ കേതുവാണ്. 9ാം ഭാവത്തിൽ ശനിയുമാണ്. അപ്പോൾ മാതൃപിതൃക്ലേശം ഒക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. 12ാം ഭാവത്തിലെ വ്യാഴം ഈശ്വരാധീനക്കുറവ് എപ്പോഴും ഉണ്ടാവും. വരവിനേക്കാൾ ചിലവ് ചെയ്ത് സാമ്പത്തിക ബാധ്യത വരുത്താവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. പ്രവൃത്തികളിൽ അലസതയുണ്ടാവും. യാത്രകളിൽ തടസ്സങ്ങളുണ്ടാവും. മാതൃക്ലേശങ്ങളും ഉണ്ടാവും. ഇനി അടുത്ത കർക്കിടകക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. പുണർത്തത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. അവർക്ക് ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ദേഷ്യം, അഹങ്കാരം ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. മുറിവ്, പൊള്ളൽ ഇതൊക്കെ വരാവുന്ന സമയമാണ്. അഷ്ടമത്തിലെ ശനി ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കും. എങ്കിലും 11ലെ വ്യാഴം, 3ലെ കേതു ഇതൊക്കെ ധനപരമായിട്ടൊക്കെ ഗുണമാണ്. 3ാം ഭാവത്തിലെ കേതു സഹോദരസ്ഥാനീയർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാക്കും. എങ്കിലും ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യുന്ന സമയമാണ്. പിന്നെ 5ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം ഉറ്റവരിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക, സന്താനങ്ങളുടെ കാര്യത്തെ ചൊല്ലി വിഷമതകൾ അനുഭവിക്കേണ്ടി വരിക,
9-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. അപ്പോൾ പിതൃക്ലേശങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക. എങ്കിലും 11-ാം ഭാവത്തിലെ വ്യാഴം ഗുണമാണ്. മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരത്തിൻ്റെ ദോഷങ്ങൾ ഈ 11-ലെ വ്യാഴം കുറയ്ക്കും. അധികമൊന്നും ദോഷം ചെയ്യില്ല. അടുത്തത് ചിങ്ങക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ്. അവർ 12-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സഹോദര സ്ഥാനീയർക്കൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബത്തിലുള്ളവർക്കും ശാരീരിക മാനസിക അരിഷ്ടതകൾ വരാവുന്ന സമയമാണ്. പിന്നെ വ്യക്തിക്കാണെങ്കിലും 12-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ മുറിവ്, ചതവ്, ഒടിവ്, ഇതൊക്കെ ദേഹാരിഷ്ടതകൾ ഇതൊക്കെ വരാവുന്ന സമയമായതിനാൽ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. എങ്കിലും 4-ാം ഭാവത്തിലെ ബുധനാണ്, 2-ാം ഭാവത്തിലെ കേതു. പ്രവൃത്തി ഗുണവും അതിനനുസരിച്ചുള്ള ധനവരവും ഒക്കെ ഉണ്ടാവും. എങ്കിലും യാത്രകൾ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ മൂലമോ അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചിലവുകളും ഉണ്ടാവും. 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. കർമ്മരംഗത്ത് അസംതൃപ്തി എപ്പോഴും ഉണ്ടാവും. പിന്നെ 4-ാം ഭാവാധിപൻ 12-ൽ സഞ്ചരിക്കുമ്പോൾ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ദേഹാരിഷ്ടതകൾ വരാം. പിന്നെ വീട്ടിൽ നിന്ന് അകന്നു മാറി നിൽക്കേണ്ടി വരാം. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് ഇപ്പോൾ ആദിത്യൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വ്യക്തിത്വത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകാവുന്ന, അതുമൂലം മാനഹാനികൾ ഉണ്ടാവാം, അപവാദങ്ങൾ കേൾക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാവുന്ന സമയമായതിനാൽ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കന്യക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്യക്കൂറ്. അവർക്ക് 9-ലെ വ്യാഴം അനുകൂലമാണ്. ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം അനുകൂലമായ സമയമാണ്. ധനപരമായിട്ട് പല വിധത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാകും. പ്രവൃത്തി ഗുണം ഉള്ള സമയമാണ്. 11-ാം ഭാവത്തിൽ ചൊവ്വ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. എങ്കിലും 3-ാം ഭാവാധിപനാണ് ചൊവ്വ. അത് നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ കർക്കിടകമായതുകൊണ്ട് അത്ര ദോഷമില്ല. എങ്കിലും സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് ധനപരമായ കാര്യങ്ങളെ ചൊല്ലി ചില വാക്ക് തർക്കങ്ങളും ഉണ്ടാകാം. അത് ശ്രദ്ധിക്കുക. 7-ാം ഭാവത്തിൽ സർപ്പം, ലഗ്നത്തിലെ കേതു. അപ്പോൾ ദാമ്പത്യത്തിൽ ചില അനാവശ്യ ബന്ധങ്ങൾ വഴി വിള്ളലുകൾ ഉണ്ടാകാം. വ്യക്തിത്വത്തിന് മാനഹാനി സംഭവിക്കാം. സംശയങ്ങൾ ഉടലെടുക്കാം. ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമായതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിൽ ത്വക്ക് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. രോഗാരിഷ്ടതകളെ അവഗണിക്കാതിരിക്കുക. ചികിത്സ തേടുക. പിന്നെ 4-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. ഇവർക്ക് അനുകൂലമാണ്. വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി നടത്തുകയോ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ്. അങ്ങനെയൊക്കെയുള്ള സമയമാണ് കന്യക്കൂറുകാർക്ക്. അടുത്തത് തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിത്രയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗമാണ് തുലാക്കൂറ്. ഇവർക്ക് എടുത്ത് പറയേണ്ടത് അഷ്ടമത്തിലെ വ്യാഴമാണ്. അഷ്ടമത്തിലെ വ്യാഴം ഒരു ഈശ്വരാധീനക്കുറവ് എപ്പോഴും ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിലായാലും ആരോഗ്യപരമായ കാര്യത്തിലായാലും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ആയാലും വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. പല കാര്യത്തിലും അവസാന നിമിഷത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നില്ല. തൊഴിൽ രംഗത്ത് അധിക ചുമതലകൾ വഹിക്കേണ്ടി വരും. ശത്രുക്കളുടെ ഇടപെടലുകൾ ഉണ്ടാകും. എങ്കിലും ശത്രുക്കളെയൊക്കെ അതിജീവിച്ച് ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ 10-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. 2ഉം 7ഉം ഭാവാധിപനാണ്. സാമ്പത്തിക ഗുണം ഉണ്ടാകും. എങ്കിലും കൊടുക്കൽ വാങ്ങലിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചിലവുകൾ വർദ്ധിക്കും. ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ വഞ്ചിക്കപ്പെടാം. അതുകൊണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. എങ്കിലും ഊർജ്ജസ്വലതയുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും. വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയും.
എങ്കിലും മംഗളകാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ചിലവുകൾ വർദ്ധിക്കാം. 2ഉം 9ഉം 12ഉം ഭാവാധിപനായ ബുധൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മവൈഷമ്യങ്ങൾ കുറയ്ക്കും, ധനലാഭമൊക്കെ ഉണ്ടാക്കും. എങ്കിലും അവസാന നിമിഷം വരെ ഒരു ആശങ്കയായിരിക്കും. 6ാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ്. വയറ് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും, അലർജി രോഗങ്ങളുണ്ടാകും. ഇതൊക്കെ ശ്രദ്ധിക്കുക. അഷ്ടമത്തിലെ വ്യാഴം അത് അവഗണിക്കാതിരിക്കുക. ഈശ്വരാധീനക്കുറവുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. സാഹസിക കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ആരോഗ്യപരമായ കാര്യത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. അവർക്ക് ഇപ്പോൾ 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനമുള്ള സമയമാണ്. തൊഴിൽ രംഗത്ത് ഒരു ഈശ്വരാധീനമൊക്കെ ഉണ്ട്. 2ാം ഭാവത്തിലെ ശുക്രൻ്റെ സഞ്ചാരവും ഇപ്പോൾ ഇവർക്ക് അനുകൂലമാണ്. കാരണം വാക്കുകൾ കൊണ്ട് ഗുണം ഉണ്ടാകുന്ന സമയമാണ്. 11ലെ കേതുവും സാമ്പത്തികമായിട്ടൊക്കെ ആദായവും പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമതയും വാക്കുകൾ മൂലം പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെ സമയമാണ്. തൊഴിൽ രംഗത്താണെങ്കിൽ മേലാധികാരികളുടെ പ്രശംസയൊക്കെ കേൾക്കാവുന്ന സമയമാണ്. വിവാഹ ജീവിതത്തിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ്. എങ്കിലും 4ാം ഭാവത്തിൽ ശനിയാണ്, 9ൽ ചൊവ്വയാണ്, 5ാം ഭാവത്തിൽ സർപ്പമാണ്. അപ്പോൾ മാതൃപിതൃക്ലേശങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സന്താനസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ, ഇതും കരുതിയിരിക്കുക. ഇനി അടുത്ത് ധനുക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മൂലം പുരാണ ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർ ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിൽ ചൊവ്വയാണ്. പെട്ടെന്നുള്ള ദേഷ്യം ഇതൊക്കെ ഉണ്ടാകും. 6ാം ഭാവത്തിൽ വ്യാഴമാണ്. ആശങ്ക വിട്ടൊഴിയില്ല. രോഗം മൂലമോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്ന സമയമാണ്. 4ാം ഭാവത്തിൽ സർപ്പമാണ്. 10ാം ഭാവത്തിൽ കേതു. ഇതൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങൾ, കർമ്മരംഗത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ ചില വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ഇതൊക്കെ ഏൽക്കേണ്ടി വരുന്ന സമയമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നേത്രവൈകല്യങ്ങൾ, ശത്രുവർദ്ധനവ്, രോഗാദി ദുരിതങ്ങൾ, അനാവശ്യ ചിലവുകൾ, ഇതൊക്കെ വരാവുന്ന സമയമാണ്. എങ്കിലും 3ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. ലഗ്നാധിപൻ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 3ാം ഭാവത്തിൽ ശനിയുടെ സഞ്ചാരം വ്യക്തിത്വ വികസനം ഒക്കെ ഉണ്ടാക്കും. കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനൊക്കെ കഴിയും. എങ്കിലും 3ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം ജീവിത പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറാൻ സഹായിക്കും. ഇവർക്കിപ്പോൾ അഷ്ടമത്തിൽ ചൊവ്വയാണെന്ന് ഞാൻ പറഞ്ഞു. 6ൽ വ്യാഴമാണ്. കുടുംബഭാവത്തിൽ സർപ്പമാണ്. തൊഴിൽ രംഗത്ത് കേതു ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെ 2ഉം 3ഉം ഭാവാധിപനായ ശനി 3ാം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ ശനിയുടെ സഞ്ചാരം ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദോഷങ്ങളെ കുറയ്ക്കും. ഒരു സ്ഥിര ഉത്സാഹവും ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാക്കും. എങ്കിലും കുടുംബത്തിൽ നിന്നും തൊഴിൽ രംഗത്തു നിന്നൊക്കെ ചില പരിഹാസങ്ങൾ ഒക്കെ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുമെന്ന് കരുതി മുന്നോട്ട് പോവുക. അനാവശ്യ ചിലവുകളുണ്ടാകും. യാത്രകൾ മൂലമൊക്കെ അനാവശ്യ ചിലവുകൾ ഉണ്ടാകും. അതൊക്കെ നിയന്ത്രിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്ത മകരക്കൂറുകാരുടെ കാര്യമാണ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഇവർക്കിപ്പോൾ 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഒരു ഭാഗ്യം ഒക്കെ ഉള്ള സമയമാണ്. സന്താന ഗുണം അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ചില നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. 3ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുകയാണ്. അപ്പോൾ സ്ഥിര ഉത്സാഹമൊക്കെ ഉണ്ടാവും. ദൃഢനിശ്ചയവും പിടിവാശിയും ഒക്കെ ഉണ്ടാകും. 11ലെ ബുധനും ഇവർക്ക് നല്ലതാണ്. ധനലാഭമൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. എങ്കിലും 9ാം ഭാവത്തിൽ കേതു, 7ാം ഭാവത്തിൽ ചൊവ്വ. അപ്പോൾ ശാരീരിക അരിഷ്ടതകൾ, പിതൃക്ലേശങ്ങൾ, കൂട്ടുസംരംഭങ്ങളിൽ വാക്ക് തർക്കങ്ങൾ, പങ്കാളിക്ക് രോഗാരിഷ്ടതകൾ, ഇതൊക്കെ കരുതിയിരിക്കുക. 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രന് മാത്രം അനുകൂലമല്ല. നല്ല ഭക്ഷണമൊക്കെ ലഭിക്കും. ഭക്ഷണയോഗമൊക്കെ ഉള്ള സമയമാണ് 12ൽ ശുക്രൻ.
എങ്കിലും സഹോദര സഹോദരി സ്ഥാനീയർക്ക് അത്ര നല്ല സമയമല്ല. പിന്നെ എന്ത് ചെയ്താലും മറ്റുള്ളവരുടെ ഇടയിലുള്ള ചില വിമർശനങ്ങൾ, പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയം കൂടിയാണെന്ന് മനസ്സിലാക്കുക. എങ്കിലും 5-ാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് ഭാഗ്യത്തെ കൊണ്ടു കൊടുക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തത് കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. 6-ാം ഭാവത്തിലെ ചൊവ്വയാണ് ഇവർക്ക്. സാമ്പത്തിക ലാഭവും തൊഴിൽ ഗുണവും കിട്ടാക്കടങ്ങളൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. എങ്കിലും 6-ാം ഭാവത്തിലെ ചൊവ്വ ഇടയ്ക്കിടയ്ക്ക് ചില ശാരീരിക അരിഷ്ടതകൾ, ശത്രുക്കളുടെ വർധനവ്, അത് ശത്രുക്കളെന്ന് പറയുന്നത് പ്രബല ശത്രുക്കളുടെ വർധനവ്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ മൂലം ചില മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരിക, ആശങ്കകൾ ഉണ്ടാവുക. കുംഭക്കൂറുകാർക്ക് ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശങ്കകളൊക്കെ വിട്ടൊഴിയാതെ നിൽക്കുന്ന സമയമാണ്. 4-ാം ഭാവത്തിൽ വ്യാഴമാണ്. അപ്പോൾ വാഹനപരമായിട്ട് ഗുണമാണ്, വാഹന ഗുണവും വാഹനം മേടിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. എങ്കിലും മാതാവിന് ചില ശാരീരിക അരിഷ്ടതകളൊക്കെ ഉണ്ടാകും. 2-ാം ഭാവത്തിലെ സർപ്പത്തിൻ്റെ സഞ്ചാരം വാക്കുകൾ നിയന്ത്രിക്കുക, വാക്കുകൾ മൂലം ഉറ്റവർ തന്നെ ശത്രുക്കളാകുന്ന സമയമാണ്. അതുമൂലം മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. അപ്പോൾ രോഗാരിഷ്ടതകൾ, പ്രവർത്തനങ്ങൾക്ക് അലസത, തൊഴിൽ രംഗത്ത് ഈ പ്രവർത്തനങ്ങളുടെ അലസത തൊഴിൽ രംഗത്ത് മേന്മ കുറയ്ക്കും, ആശങ്കകൾ വിട്ടൊഴിയാതെ നിൽക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അടുത്ത മീനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മീനക്കൂറുകാരെ പറ്റി പറഞ്ഞാൽ പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. അവർക്ക് ലഗ്നത്തിൽ സർപ്പം, 7-ൽ കേതു, വ്യാഴം 3-ൽ, ശനി 12-ൽ, ചൊവ്വ 5-ൽ, 10-ാം ഭാവത്തിലെ ശുക്രനും. ഇതൊന്നും ഗുണപരമായ കാര്യങ്ങളല്ല. വരവിനേക്കാൾ ചിലവ് ഉണ്ടാകുന്ന സമയമാണ്. പിതൃക്ലേശങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാം. 3-ലെ വ്യാഴം ഭൗതിക സുഖങ്ങൾ കുറയ്ക്കുന്ന സമയമാണ്. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. അവരിൽ നിന്ന് ചില തിക്താനുഭവങ്ങളും അവർക്ക് ചില ദോഷ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. 7-ലെ കേതു സഞ്ചരിക്കുന്ന സമയം ദാമ്പത്യ ക്ലേശവും ഒക്കെ ഉണ്ടാകാം. എങ്കിലും പങ്കാളിയിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം കൂടിയാണ്. എപ്പോഴും വരവിനേക്കാൾ ചിലവ് ഉണ്ടാകുന്ന സമയമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇവർക്കും ആശങ്കകൾ വിട്ടൊഴിയുന്ന സമയമല്ല. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിലൂടെയൊക്കെ വരാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലുള്ള ആ ബന്ധങ്ങളിലുള്ള ചില വിള്ളലുകൾ നിമിത്തമൊക്കെ ആശങ്കകൾ വിട്ടൊഴിയാതെ നിൽക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. കലിയുഗമാണ്. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപമാണ്. നാമജപത്തിലേക്ക് കൂടുതൽ സമയം ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമല്ല, നക്ഷത്രങ്ങളെ ആസ്പദമാക്കി ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.